ഹലോ ഡിവൈൻ സോൾസ്, വെൽക്കം ടു എസ് ഫാമിലി. നമ്മളെല്ലാവരും ഒരുപാട് പറ്റിക്കപ്പെടുന്നവരാണ്. നമ്മൾ കണ്ണടച്ച് പലരെയും വിശ്വസിക്കുന്നു. അവരൊക്കെ നമ്മളെ, എല്ലാവരും അല്ല, അതിലൊരു കുറേ പേര് നമ്മളെ ചതിക്കും. നമ്മളെ വിശ്വസിച്ചത് കൊണ്ടാണ് അവർ നമ്മളെ ചതിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചതിക്കപ്പെടുന്നത് പരമാവധി കുറയ്ക്കാൻ പറ്റും എന്നാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയിലൂടെ ഈ സൈക്കോളജിയിലേക്ക് വരാം. ഒരു ആമ വളരെ ആഗ്രഹിക്കുന്നു, എനിക്ക് ഉയർന്ന് പറക്കണം, ആകാശത്തിലൂടെ പറക്കണം എന്നുള്ള ലെവലിലൊക്കെ. ഒരു ദിവസം ഒരു കഴുകൻ ഈ ആമേനെ എടുത്ത് പറക്കുകയാണ്. അപ്പോൾ ആമ കരുതുന്നു ഇത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, അതുകൊണ്ടാണ് ഇവൻ എന്നെ എടുത്ത് പറക്കുന്നത് എന്ന് ആണ് ആമ കരുതുന്നത്. എന്നാൽ ഒരുപാട് ദൂരം ഇങ്ങനെ പറന്നപ്പോൾ ആമയ്ക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര അഹങ്കാരം പോലെയൊക്കെയായി. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നല്ല പാറക്കെട്ടുകളും ഭാഗങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ ആമേനെ പരുന്ത് അല്ലെങ്കിൽ ഈ കഴുകൻ താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ പാറക്കെട്ടിലിടിച്ച് ഈ ആമേരെ പുറന്തോട്, കട്ടിയുള്ള പുറന്തോട് പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ ഈ ആമ അവിടെ മരിക്കുന്നു. കഴുകൻ താഴെ വന്നിട്ട് ഈ ആമയുടെ മാംസം കഴിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് പേര്, പുതിയ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സൊക്കെ ആയാലും, ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ ആദ്യം നമ്മളെ കുറേ പുകഴ്ത്തും, കുറേ ഗിഫ്റ്റുകളും മറ്റു ഒക്കെ തന്ന് നമ്മളെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ സ്പെഷ്യലായിരിക്കും എന്ന് തോന്നിക്കുന്ന രീതിയിലാക്കും. അങ്ങനെ അവർ നമ്മളെ ഏറ്റവും ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നമ്മളെ അവിടെ നിന്ന് തള്ളിയിടും. ആ ഹൈ ലെവലെത്തിയതിന് ശേഷമാണ് അവരുടെ ശരിക്കുള്ള മുഖം നമുക്കറിയാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക പേരും അങ്ങനെയുള്ളവരുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ അവരുടെ ട്രൂ ഫേസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ തരുമ്പോഴും സ്പെഷ്യലായിട്ട് പ്രശംസിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും അവർ ഒരു സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരുപാട് അവരുടെ കൂടെ ഒരുപാട് മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോകുന്നത് ലവോ കെയറോ ഒന്നും അല്ല. ആക്ച്വലി അവർ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് തള്ളിയിട്ടാൽ പിന്നെ നമ്മൾ ആ ലെവലിൽ നിന്ന് എനിക്കില്ല. അവർക്ക് ചില അസൂയകളുണ്ടായിരിക്കാം, ചില ഡിസ്കംഫേർട്സ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മൾ തന്നെ നോക്കണം. നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നവരെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. എല്ലാ ആൾക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ നമ്മളോട് ഈ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയും നമ്മൾ ഒരിക്കലും ആ വീഴ്ചയിൽ തളർന്ന് അവശരായി അവിടെ കിടക്കരുത്. നമ്മൾ വീണ്ടും എഴുന്നേൽക്കണം. ആ ചെയ്ത വ്യക്തിയുടെ മുമ്പിൽ നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിജയം കണ്ട് ആ വ്യക്തിക്ക് പിന്നീട് അങ്ങനെ ഒരിക്കലും മറ്റൊരാളോട് ചെയ്യാൻ തോന്നരുത്. അങ്ങനെയുള്ള ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ വരണം. അല്ലാതെ ഒരാളെ ട്രസ്റ്റ് ചെയ്തു, ഒരാളെ നിങ്ങൾ വിശ്വസിച്ചു, ആളെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി താഴെ ഇട്ടു, അതോടുകൂടി നിങ്ങൾ ഒന്നുമല്ലാതാവുന്ന ഒരവസ്ഥയിലാവരുത് ഒരിക്കലും. എപ്പോഴും നിങ്ങൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടായിരിക്കും. താഴെ വീണ് പോകാൻ സാധ്യതകളുണ്ട് സാഹചര്യങ്ങളനുസരിച്ച് എന്ന് വിചാരിച്ച് ഉയർന്നു വരേണ്ടതാണ്. വീണിടത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. വീഴാതിരിക്കാൻ ശ്രമിക്കണം. എന്നാലും മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉയർന്നു വരണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ. സൈക്കോളജിയിൽ ഇതിനെ ഐഡിയലൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. സോ എല്ലാവരും നമ്മുടെ ലക്ഷ്യം മുന്നിൽ കൊണ്ട്, നമ്മുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട്, മറ്റുള്ളവർക്ക് ചതിക്കാൻ പാകത്തിൽ നിന്ന് കൊടുക്കാതെ, അങ്ങനെ ചെറിയ ചെറിയ ചതികൾ വന്നാലും കൂടി ഉയർത്തെഴുന്നേറ്റ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.